മുംബൈയിൽ അതിശക്തമായ മഴ അത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇന്നലെ വെളുപ്പിന് മുതൽ തന്നെ തുടങ്ങിയതാണ്. അതെന്തായാലും മുംബൈ നഗരം ഓൾമോസ്റ്റ് മുങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പ്രധാന റോഡുകളൊക്കെ വെള്ളത്തിനടിയിലാണ്. ഇന്നലെയും വിമാനങ്ങളൊക്കെ വഴിതിരിച്ച് വിട്ടിരുന്നു. ഇന്നും അതെ, വിമാനങ്ങൾ വഴിതിരിച്ച് വിടുന്ന ഒരു സാഹചര്യം, പല സർവീസുകളും റദ്ദാക്കുന്ന ഒരു സാഹചര്യം. ട്രെയിൻ ഗതാഗതം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ താറുമാറായ ഒരവസ്ഥ. താറുമാറായി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാക്ക് അത് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും പൂർണ്ണമായും നിശ്ചലാവസ്ഥയിൽ എന്ന് പറയേണ്ടി വരും. ഇതിപ്പോൾ മുംബൈയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, മുംബൈ മലയാളികളെ മാത്രമല്ല, കൊങ്കൺ മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിനുകൾ ലോക്കൽ ട്രെയിൻസ് മാത്രമല്ല, ലോക്കലോ മെട്രോ മാത്രമല്ല, ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ, ദീർഘദൂര സർവീസുകൾ, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നതും കേരളത്തിലേക്ക് വരുന്നതുമായ ട്രെയിനുകൾ റദ്ദാക്കപ്പെടാനോ താമസിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങളും തിരുവനന്തപുരം ബ്യൂറോ ചെക്ക് ചെയ്ത് പറയേണ്ടതുണ്ട്. കാര്യം ട്രെയിൻ റദ്ദാക്കലുണ്ടോ, വൈകലുണ്ടോ. കാര്യം നവി മുംബൈ, ധാനെ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്നും തടസ്സപ്പെട്ടു. നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഹണി വി ജി ചേരുകയാണ് മുംബൈയിൽ നിന്ന്. ഹണി, ഗുഡ് മോർണിംഗ്. നമസ്തേ. അത്ര ഗുഡ് മോർണിംഗ് അല്ല അവിടെ എന്നറിയാം. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? മഴ എത്ര കഠിനമാണ്, എത്ര കനത്തതാണ്, മറ്റ് അനന്തരഫലങ്ങൾ എന്തൊക്കെ ഇതിൻ്റെ? ഇന്ന് രാവിലെ മുതൽ മഴ അതിശക്തമായി, ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ നഗരം മുങ്ങി തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറായിട്ട് ഇടവിട്ടുള്ള മഴ മാത്രമാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ടായ സ്ഥലങ്ങളിൽ അല്പം ശമനം, വെള്ളം ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ട്രെയിൻ സർവീസുകളെയും മറ്റും സാരമായി ബാധിച്ചതാണ്. ലോക്കൽ സർവീസുകൾ ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രധാന റോഡുകളൊക്കെ വെള്ളത്തിനടിയിലെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ദൃശ്യങ്ങൾ അപ്രകാരം പറയുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ, ചില പ്രധാനപ്പെട്ട ഏരിയകളായിട്ടുള്ള കിങ് സർക്കിൾ, മാട്ടുങ്ക, കുർള, ഘാട്ട്കുപ്പർ എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇന്നലെ സർക്കാരിന്റെ ഒരു അടിയന്തര യോഗമൊക്കെ ചേർന്നിരുന്നു. അതിനുശേഷം ഈ വെള്ളം എത്ര പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്രകാരമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പലവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. 200ഓളം പമ്പുകൾ, റെയിൽവേ ട്രാക്കുകളും മറ്റും വെച്ച് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് വിടുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് മുംബൈ നഗരത്തിൽ ഈ മൺസൂൺ സമയത്ത്. പക്ഷേ ശക്തമായ മഴ വരുന്നത് മൂലം അത് തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. ശരി ഹണി, തുടർന്ന് ഉള്ള ഡെവലപ്മെന്റ്സ്, തുടർന്നുള്ള വാർത്തകൾ ഇത് സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കേണ്ട വിവരങ്ങളുണ്ടെങ്കിൽ അതും ഈ ഹാപ്പനിങ് ഹവേഴ്സിൽ ചേരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എവിടേക്കാണ് ജനജീവിതം പോകുന്നത് എന്നുള്ളത്.